ഹേ ഫുഡീസ്, ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു അതിമനോഹരമായ ഒരു കാട്ടിലേക്കാണ്. അതും ഈ കായൽ താണ്ടി കിടക്കുന്ന ഒരു കാട്. ഏതാണ്ട് 3 ഏക്കറുണ്ട് ആ കാട്. അതൊരു ഐലൻഡിലാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയേ. നമുക്ക് ഇനി കാട്ടിനുള്ളിലോട്ട് പോവാം. കയറിയപ്പോഴേ നമ്മൾ കണ്ടത് ഒരു ക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രത്തിൽ പൂജയൊക്കെ ഉണ്ട്. ആളുകൾ ഇത് കായൽ താണ്ടി ഇവിടെ വരാറുണ്ട്. അതിനൊരു നിശ്ചിതമായ ടൈമുണ്ട് ഇവിടെ വരാൻ. നമ്മുടെ ഈ കാട് ആസ്വദിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. ഇവിടെ ഒരു അരണയെ കണ്ടായിരുന്നു. അത് പെട്ടെന്നങ്ങ് ഉള്ളിലോട്ട് പോയി. അവിടെയാണ് നമ്മൾ മയിലിനെ കണ്ടത്. അവിടെയൊക്കെ കുറേ കിളികളുണ്ടായിരുന്നു. നല്ല സൗണ്ടുകളായിരുന്നു ആ കിളികളുടെ. ആ ഭാഗത്ത് 2-3 കഴുകൻ പറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യും മുമ്പ് അത് പോയി. പക്ഷെ അതിൻ്റെ സൗണ്ട് കേൾക്കാമായിരുന്നു കേട്ടോ. ഇതാ ക്ഷേത്രത്തിൻ്റെ പുറകുവശമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു ബാമ്പു മരത്തെ തപ്പിയാണ് നടന്നത്. ഈ ബാമ്പു മരത്തിൻ്റെ പൊക്കം കണ്ടോ? ഹ്യൂജ്. പിന്നെ ഇവിടെ ചുറ്റും വള്ളിയുള്ള മരങ്ങളായിരുന്നു. ഞാനൊന്ന് ചാടാൻ നോക്കി, പക്ഷെ എൻ്റെ വെയിറ്റ് കാരണം ഇതെല്ലാം തിരിച്ച് എൻ്റെ പടലിയിലൂടെ വരണതുകൊണ്ട് ഞാൻ അതും വിട്ട് ഞാൻ അവിടെ നോടി താഴെ പോയി. അപ്പോൾ അത് അവിടുത്തെ ഓരോ വള്ളികളിലും ഓരോ കഥകളുണ്ടെന്നാണ് അവർ പറയപ്പെട്ടത്. ഏതാണ്ട് 3-4 കിലോമീറ്റർ ഉണ്ട് ഉള്ളിലോട്ട് നടക്കാൻ. നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് കാട് പകുതി വരെ കവർ ചെയ്തു. ആ വള്ളി തൂങ്ങാൻ പറ്റാത്തത് മരത്തിൽ തൂങ്ങി നോക്കി, അതും ഫ്ലോപ്പായി. അങ്ങനെ നമ്മൾ ആ കാട്ടിലെ സുന്ദരിയെ കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ആ സുന്ദരി, ഈ കാട്ടിൻ്റെ സുന്ദരി. അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴിയും തപ്പി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ചെന്ന് വിട്ടത് ഒരു അമ്പല കുളത്തിലായിരുന്നു. ഫുൾ മീനുകളായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. ബോട്ടിൽ കയറി ആ മനോഹരമായ കാഴ്ച കണ്ടോ. അതും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വൈക്കത്താണ്, ഈ കായലോര റെസ്റ്റോറൻറ്റ് എതിർവശമായിട്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ആസ്വദിച്ചതാ നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇതുപോലെ പുതിയ സ്ഥലങ്ങളും പുതിയ രുചികളുമായി നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ഫ്രം